മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 സെപ്റ്റംബർ 30 ചൊവ്വ. മതമുദ്രകൾ തെരുവിലേക്ക് വലിച്ചിടയ്ക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആദിത്യനാഥിനെ പോലുള്ളവർ നയിക്കുന്ന BJPയോളം മതമുദ്രകളെ ദുരുപയോഗം ചെയ്ത കൂട്ടർ ഇന്ത്യയിലില്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വംശവെറിയെങ്കിൽ പിന്നെ നരകത്തിലേക്ക് ടിക്കറ്റ് എന്തിന്? വംശീയ വിദ്വേഷം പടർത്താൻ എന്തിനേയും ആയുധമാക്കുന്നതിൻ്റെ മുന്തിയ ഉദാഹരണമാണ് ഏകദേശം ഒരു മാസത്തോളമായി വടക്കേ ഇന്ത്യയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഐലോ മുഹമ്മദ് വിവാദം. മുഹമ്മദ് നബിയുടെ ജന്മവാർഷികം ആഘോഷിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്ത റാവത്പൂർ പ്രദേശത്ത് ഏതാനും ചെറുപ്പക്കാർ ഐലോ മുഹമ്മദ് എന്ന ബാനറിന് കീഴെ അനധികൃത സ്ഥലത്ത് ടെന്റ് സ്ഥാപിച്ചതായി ചിലർ പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അനുമതിയില്ലാത്ത സ്ഥലത്ത് നിയമവിരുദ്ധമായി തമ്പ് കെട്ടിയതിനെതിരെ കേസെടുത്ത പോലീസ് FIR തയ്യാറാക്കിയപ്പോൾ യുവാക്കൾ ഉയർത്തിയ ബാനർ പുതിയ ആചാരമാണ് എന്നും ഇത് മതാന്തര അസ്വാസ്ഥ്യങ്ങൾക്കിടയാക്കുമെന്നുകൂടി FIRൽ കുറിച്ചത് വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം പ്രതിഷേധത്തിനിടയാക്കി. UPയിലെ ലക്നൗ, ഉന്നാവ്, ബഹ്റൈച്ച്, ഉത്തരാഖണ്ഡിലെ കാശിപൂർ, മുംബൈ എന്നിവിടങ്ങളിൽ പ്രതിഷേധ റാലികൾ നടന്നു. അസദുദ്ദീൻ ഉവൈസി, ഇമ്രാൻ പ്രതാപ് ഘട്ടി തുടങ്ങിയ നേതാക്കളും വിവിധ മുസ്ലിം സംഘടനകളും UP പോലീസിന്റെ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച UPയിലെ ബറേലിയൻ ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ നേതാവ് തൗഖീർ റാസ ആഹ്വാനം ചെയ്ത റാലി മുൻകൂർ അനുമതി തേടിയില്ലെന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞത് കല്ലേറിനും ലാത്തിചാർജിനും ഇടയാക്കിയിരുന്നു. ഇതിന്റെ പേരിൽ തൗഖീർ റാസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ക്രമസമാധാന പ്രശ്നമായി എടുത്ത് കൈകാര്യം ചെയ്യുന്നതിന് പകരം വംശീയ വിദ്വേഷം മുതലെടുപ്പിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതാണ് ഈ വിവാദത്തിൽ കണ്ടത്. വിവിധ മതാനുയായികൾ അവരുടെ മഹാപുരുഷന്മാരോടുള്ള സ്നേഹാദരം പ്രകടിപ്പിക്കാൻ പല രീതികളും സ്വീകരിക്കാറുണ്ട്. ഇതര വിഭാഗങ്ങളെ അസ്വസ്ഥപ്പെടുത്താതെ നടക്കുന്ന ഇത്തരം പ്രകടനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നുചേർന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് മതനിരപേക്ഷ ഇന്ത്യൻ അനുഭവം. രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ സൗന്ദര്യം കൂടിയാണ് മത ആഘോഷങ്ങളിലെയും ആചാരങ്ങളിലെയും ഈ സഹവർത്തിത്വം. എന്നാൽ സഹവർത്തിത്വത്തിന് പകരം സംഘർഷത്തിലൂടെയാണെങ്കിലും ഒറ്റവാർപ്പിലുള്ള ഇന്ത്യക്ക് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്ന വിധ്വംസക ശക്തികളാണ് ഐലോ മുഹമ്മദ് എന്ന നിർദോഷകരമായ ഒരു മുദ്രാവാക്യം പോലും വംശീയ വിരോധത്തിനുള്ള ആയുധമാക്കി മാറ്റിയെടുക്കുന്നത്. അത്തരക്കാരിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താൻ ബാധ്യസ്ഥരായ ഭരണകൂടം നേർ വിപരീതത്തിൽ അവരുടെ ഒത്താശക്കാരായി മാറിയാൽ പിന്നെന്ത്? അത്തരമൊരു ആശങ്കയാണ് ബറേലി സംഭവത്തെ തുടർന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഞായറാഴ്ച നടത്തിയ ഭീഷണി നിറഞ്ഞ പ്രസ്താവനയിലുള്ളത്. മതമുദ്രകൾ തെരുവിലേക്ക് വലിച്ചിടയ്ക്കരുത് എന്നും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് മുതിർന്നാൽ നരകത്തിലേക്ക് ടിക്കറ്റ് നൽകുമെന്നുമാണ് ആദിത്യനാഥിന്റെ മുന്നറിയിപ്പ്. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ നയിക്കുന്ന BJPയോളം മതമുദ്രകളെ ഇത്രമേൽ ദുരുപയോഗം ചെയ്ത കൂട്ടർ ഇന്ത്യയിലില്ല. അതൊക്കെയും വിഴുങ്ങിയാണിപ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താവനയുമായി UP മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്ത് സംഘപരിവാർ ഭരണം പുലർന്നതിൽ പിന്നെ മുസ്ലിം ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്നവരെ ഇല്ലാത്ത ആരോപണങ്ങളിൽ കുരുക്കി തല്ലിക്കൊല്ലുന്ന ഏർപ്പാട് BJP സംസ്ഥാനങ്ങളിൽ പുതുമയല്ലാതായി. അവിടങ്ങളിൽ മുസ്ലിം ദളിത് ജീവിതം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിൽ സംഘപരിവാർ കക്ഷികൾ മാത്രമല്ല അവരുടെ ഭരണാധികാരികളും പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നുണ്ട്. വിവിധ BJP മുഖ്യമന്ത്രിമാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉതിർക്കുന്ന പൊയ്വടികൾ ശ്രദ്ധിച്ചാൽ ഈ സാഡിസ്റ്റ് മനോഭാവം കാണാം. അന്യസമുദായ ദ്രോഹം ചെയ്യുന്നവർക്ക് പോലീസ് സഹായം മുതൽ ഭരണകൂട പിന്തുണ വരെ ലഭിച്ചു പോരുന്ന അതിശയങ്ങളാണ് സംഘകാല ഇന്ത്യയിൽ കണ്ടുവരുന്നത്. അതിൽ പുതിയ ഇനമാണ് ഭരണാധികാരികൾ നേരിട്ട് വെറുപ്പിൻ്റെ ക്യാമ്പയിന് മുൻകൈയെടുക്കുന്നത്. ഭരണകൂടത്തിന് അധികാരത്തിൻ്റെ ആയുധമുണ്ട്. പോലീസും സൈന്യവും അന്വേഷണ ഏജൻസികളും അവരുടെ ചൊൽപ്പടിയിലാണ്. അതുപയോഗിച്ച് കുറ്റാരോപണങ്ങൾ അന്വേഷിക്കാനും കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ശിക്ഷ നടപ്പാക്കാനും കഴിയും. എന്നിരിക്കെ തങ്ങൾക്ക് കണ്ണിൽ പിടിക്കാത്തവരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹ മധ്യത്തിൽ ഭീകരരായി ചിത്രീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ തന്നെ തുനിഞ്ഞിറങ്ങുന്നതിലും വലിയ അക്രമവും അനീതിയുമുണ്ടോ? മുസ്ലിങ്ങൾക്കെതിരായി അവർ സ്വപ്നേഭി നനയ്ക്കാത്ത അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിരന്തരമായി ആരോപിക്കപ്പെട്ടു വരുന്നു. അവരുടെ പുഞ്ചിരി മുതൽ പരീക്ഷാ വിജയം വരെയുള്ള വിഷയങ്ങൾ ജിഹാദുമായി ചേർത്ത് പറയുന്നത് ഉദാഹരണം. അതിൽപ്പെട്ടതാണ് ഇന്ത്യ പിടിച്ചടക്കാനുള്ള പടപ്പുറപ്പാടിനെക്കുറിച്ച ഇല്ലായുക്തി. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സംഘടനയും ഇത്തരമൊരു ആശയം ഉയർത്തിപ്പിടിച്ചതായി അറിവില്ല. എന്നല്ല, ദേശത്തിൻ്റെ നിയമങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ കർമ്മരീതി രൂപപ്പെടുത്താനും പരിഷ്കരിക്കാനുമൊക്കെയുള്ള ശ്രമമാണ് വിവിധ സംഘടനകളും ഗ്രൂപ്പുകളും നടത്തുന്നത്. എന്നിരിക്കെ ഏതോ വാറോലുകൾ പൊക്കിപ്പിടിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വംശവെറി വളർത്താനുള്ള ശ്രമത്തിന് ഭരണാധികാരികൾ മുതിരുന്നത് ആശങ്കാജനകമാണ്. സമുദായങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കി ദേശത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നതിന് പകരം അവർക്കിടയിൽ സംശയവും കാലുഷ്യവും ഉളവാക്കുന്ന വേണ്ടാവൃത്തികൾക്കാണ് അധികാരികൾ ഉത്സാഹിക്കുന്നതെങ്കിൽ നാട് നിത്യനരകത്തിലേക്ക് കൂപ്പുകുത്താൻ ആരുടെയും ടിക്കറ്റിന് കാത്തു നിൽക്കുകയില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.